ജുഡീഷ്യറി പാർട്ട് 2 നമ്മൾ പറയാൻ പോവാണ്. അപ്പോൾ ജുഡീഷ്യറി പാർട്ട് 1 നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതിൽ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് പറഞ്ഞുള്ളൂ. നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അതർ കോർട്ട്സ്, അതിൻ്റെ പ്രത്യേകത, അത് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക, അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരിക. ഇതിപ്പോൾ ഇനി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയാലും അല്ലെങ്കിൽ MCQ ആയാലും എങ്ങനെ ആയാലും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞുതരിക. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് സുപ്രീം കോടതി തന്നെ നോക്കാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഈ ചിത്രം നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ സുപ്രീം കോടതി, ഈ സുപ്രീം കോടതിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ഒരു 1800കളിലാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഈ ചിത്രമായിരിക്കും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരിക. അന്ന് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, നോക്കുക. അപ്പോൾ ഇതൊരു പഴയ ഒരു കെട്ടിടമാണ്. ഇതിൻ്റെ പേര് ഫോർട്ട് വില്യം എന്നാണ്. ഫോർട്ട് വില്യം എന്നാണ്. 1786 ബംഗാളിൽ, കൽക്കത്തയിൽ ഉള്ളൊരു ചിത്രമാണത്. ഓക്കെ, ഒരു പെയിൻറ്റിംഗ് ആണ്. നോക്കുക. അപ്പോൾ ഈ ഫോർട്ട് വില്യമിൻ്റെ അകത്ത് ഒരു കോടതി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോർട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 1774 ഒക്ടോബർ 22 എസ്റ്റാബ്ലിഷ്ഡ് ആയ, അതായത് ഏകദേശം 246 കൊല്ലം മുമ്പ് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ബിൽഡിംഗ് ആണ്. അതിനന്ന് പറഞ്ഞിരുന്ന പേര് സുപ്രീം കോർട്ട് എന്നായിരുന്നു. സുപ്രീം കോർട്ട് ആദ്യമായിട്ട് ഒരു സുപ്രീം കോർട്ട് വരുന്നത് ഇന്ത്യയിലെ കൽക്കത്തയിലാണ്. 1774ലാണ്. 1774ലാണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം വാറൻ ഹേസ്റ്റിങ്സിൻ്റെ സമയത്ത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ചങ്കും ചങ്കിടുപ്പുമായ ജസ്റ്റിസ് ഇംപെ, ഇദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് ഇംപെ എന്നാണ്, IMPEY, ജസ്റ്റിസ് ഇംപെയും പ്ലസ് 3 ജഡ്ജിമാരും, അങ്ങനെ 4 ജഡ്ജിമാർ കൂടി ചേർന്നിട്ട്, നോക്കുക, 4 ജഡ്ജിമാർ, അവർക്ക് കാലാവധിയൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ലൈഫ് ടെന്യൂറാണ്. അവർ മരിക്കുന്നത് വരെ ജഡ്ജിമാരായിട്ട് തുടരാൻ വേണ്ടിയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ പിന്നീട് ഇംപീച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് ഒരു സുപ്രീം കോടതി വരുന്നത്. 1862 3 പ്രധാനപ്പെട്ട ഹൈക്കോടതികൾ വരുന്നത് വരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈക്കോടതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 പ്രധാനപ്പെട്ട ഹൈക്കോടതികൾ വരുന്നത് വരെ ഇത് തന്നെയായിരുന്നു ഇന്ത്യയിലെ സുപ്രീം കോർട്ടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിച്ചേക്കുക. ഇവിടെ ഇത് സുപ്രീം കോർട്ട് എന്ന പേരാണെങ്കിലും ഇത് ശരിക്കും സുപ്രീം അല്ല. അവസാന വാക്ക് ഇവരുടെ അല്ല. നോക്കുക, നമ്മുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി, ഇവിടെ എന്തെങ്കിലും ഒരു കേസ്, ഇപ്പോഴത്തെ സുപ്രീം കോടതിയിൽ എന്തെങ്കിലും ഒരു കേസ് നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ ആ കോടതി തന്നെയാണ് അപ്പീൽ കൊടുക്കാൻ പറ്റുക. പറഞ്ഞാൽ മനസ്സിലായില്ല? അതായത് ഈ സുപ്രീം കോടതിയിൽ ഒരു കേസ് പരാജയപ്പെടുകയാണെങ്കിൽ ആ കോടതി തന്നെയാണ് നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുക. അല്ലാതെ ബാക്കിയുള്ള പുറമേയുള്ള സ്ഥലത്തൊന്നും നമുക്ക് പോയി അപ്പീൽ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി, പരമോന്നത കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. പക്ഷേ ഈ സുപ്രീം കോടതി സ്ഥാപിതമാകുന്ന സമയത്ത് അതൊന്നുമല്ല. പ്രിവി കൗൺസിൽ ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് UK, ബ്രിട്ടനിൽ, ലണ്ടനിൽ ഒരു കൗൺസിലുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. അതായത് അപ്പീൽ കൊടുക്കുക. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതായത് അപ്പീൽ കൊടുക്കാനുള്ള ഇത് അവസാനത്തെ വാക്ക്, അല്ലെങ്കിൽ ഇവരുടെ ആയിരുന്നു അവസാനത്തെ വിധി. അതുകൊണ്ട് ഇതൊരു സുപ്രീം കോർട്ട് എന്ന പേരിൽ മാത്രമേ ഉള്ളൂ, ഒരു അപ്പെക്സ് കോർട്ടൊന്നും അല്ലാതെ. ഇനി നോക്കുക. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് 1861 3 പ്രധാനപ്പെട്ട ഹൈക്കോടതികൾ വരുന്നുണ്ട്. പിന്നീട് ഒന്നുകൂടെ വരുന്നുണ്ട്, അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, അലഹാബാദ് ഹൈക്കോർട്ട്. അങ്ങനെ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുകയും ഇത് പോവുകയും ചെയ്തു. പിന്നീട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഫെഡറൽ കോർട്ട് സ്ഥാപിതമാവുകയാണ്. 1937 ഫെഡറൽ കോർട്ട് സ്ഥാപിതമാവുകയാണ്. ഈ ഫെഡറൽ കോർട്ട് സ്ഥാപിതമായി പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഒരുപാട് ആർട്ടിക്കിളുകളും പാർട്ടുകളും എല്ലാം സുപ്രീം കോടതിയെക്കുറിച്ച് കൂട്ടിച്ചേർത്തതിന് ശേഷം 1950 ജാനുവരി 28 ഹരിലാൽ ജെ കനിയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയായ ഒരു സുപ്രീം കോർട്ട് ഇന്ത്യക്ക് വരികയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഉണ്ടായിരുന്ന സുപ്രീം കോർട്ട് ഇതായിരുന്നു, ഫോർട്ട് വില്യമിൻ്റെ അകത്തുള്ള സുപ്രീം കോർട്ട്. പിന്നീട് 3 പ്രധാനപ്പെട്ട ഹൈക്കോടതികളും ഒരു ആക്റ്റും വന്നപ്പോൾ ആ സുപ്രീം കോടതി ഇല്ലാതായി. അപ്പോഴും ഇവിടെ കേസൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ വേറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിവി കൗൺസിലിൽ കേസിന് വേണ്ടി പോകാൻ പറ്റും കേട്ടോ. ഓക്കെ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം
1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നിലവിൽ വന്ന ഫെഡറൽ കോർട്ട് എന്തായി മാറുകയാണ്? സുപ്രീം കോർട്ടായി മാറുകയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആദ്യം വന്ന കോർട്ട് ഫോർട്ട് വില്യം, പിന്നീട് 4 ഹൈക്കോടതികൾ വന്നു. ഈ 4 എന്ന് പറയുന്നത് ഒന്ന് പിന്നീട് വന്നാണ്. 4 ഹൈക്കോടതികൾ വന്നു. പിന്നീട് 1937 ഫെഡറൽ കോർട്ട് വന്നു. ഈ ഫെഡറൽ കോർട്ടാണ് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യൻ ഭരണഘടന എഴുതി ചേർത്തപ്പോൾ 1950 ജനുവരി 28 എന്തായി മാറിയത്? സുപ്രീം കോർട്ടായിട്ട് മാറിയത്. കൃത്യമായിട്ടുള്ള സമയം ഇവർ പറയുന്നുണ്ട്, നോക്കുക. 1950 9:45 ജഡ്ജിമാർ കസേരയിൽ ഇരുന്നപ്പോൾ ഇന്ത്യക്കൊരു സുപ്രീം കോടതി വരികയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പുറമേ നിന്നൊന്നും അപ്പീലിനൊന്നും പോകണ്ട. പണ്ട് പോകണമായിരുന്നു പ്രിവി കൗൺസിലിൽ, ഇപ്പം അങ്ങനെയില്ല. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഫെഡറൽ കോർട്ടായിരുന്നു. 1937 മുതൽ 50 വരെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ എന്തായി മാറി? സുപ്രീം കോർട്ടായിട്ട് മാറി. ഹരിലാൽ ജെ കനിയ. ഇനി നോക്കുക, സുപ്രീം കോടതി ആ സമയത്ത് 7 ജഡ്ജസ് ആയിരുന്നു അല്ലേ? ഒറിജിനലി 7 ജഡ്ജസ് ആയിരുന്നു. ചീഫ് ജസ്റ്റിസ് പ്ലസ് 7 ജഡ്ജ് 1+7. ഇപ്പം അങ്ങനെയല്ല. നോക്കുക, 1+33 മൊത്തം 34 ജഡ്ജിമാരാണ്. ഇത് എങ്ങനെയാണ് ഈ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുക എന്ന് ചോദിക്കും. ഇതിനുള്ള പവർ ആർക്കാന്ന് ചോദിക്കും. അത് പാർലമെൻറ്റിനാണ്. ആർക്കാണ്? പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കിയാലാണ് ആരുടെ എണ്ണം കൂട്ടാൻ പറ്റുള്ളൂ? ജഡ്ജിമാരുടെ എണ്ണം കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എൻലാർജ് ചെയ്യേണ്ട ചുമതല ആർക്കാണ്? പാർലമെൻറ്റിനാണ്. നോക്കുക, ലീവിങ് ഇറ്റ് ടു എ പാർലമെൻറ്റ് ടു ഇൻക്രീസ് ദീസ് നമ്പർ. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, പാർലമെൻറ്റിനാണ്. നോക്കുക, 10 to 12 മോർണിംഗ്, പിന്നെ അതേപോലെ തന്നെ 2 to 4 ആഫ്റ്റർനൂണ്, 28 ദിവസം. ഒരു മാസത്തിൽ 28 ദിവസം പോവും. ഇതാണ് സുപ്രീം കോടതിയുടെ ജനറൽ ആയിട്ടുള്ള ടൈമിങ്. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കുക. എപ്പോഴാണ് സുപ്രീം കോർട്ടായി മാറിയത് നമ്മൾ പറഞ്ഞു. ഇത് എന്തിൻ്റെ അണ്ടറിലാണ്? ഇത് ലൊക്കേഷൻ നോക്കുക, തിലക് മാർഗ് എന്നാണ് പേര്. അതിൻ്റെ പണ്ട് പേര് വേറെ ആയിരുന്നു, പിന്നീട് തിലക് മാർഗ് എന്ന് ആക്കി മാറ്റിയതാണ്. തിലക് മാർഗ്, ന്യൂഡൽഹി, ഇന്ത്യ. ഇനി അതിൻ്റെ ആപ്തവാക്യം നോക്കുക. വേർ ദർ ഈസ് റൈറ്റ്യൂനെസ് ദർ ഈസ് വിക്ടറി, യഥോ ധർമ്മസ്തഥോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയമുണ്ടാവുക. ഇനി ഇവരുടെ കോമ്പോസിഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ കൊളീജിയം ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്. അത് പിന്നീട് പറഞ്ഞുതരാം എന്താണെന്നുള്ള സംഭവം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവർക്ക് ഓതറൈസേഷൻ കൊടുക്കുന്നത് ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ ലോ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 5 ശ്രദ്ധിച്ച് വെക്കുക. പാർട്ട് 5 ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി നിലനിൽക്കാൻ കാരണം എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇനി ജഡ്ജസിൻ്റെ ലെങ്ത്ത് നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 65 വയസ്സ് വരെയാണ്. അതായത് അവർ അപ്പോയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് മിനിമം ഏജ് ഒന്നും പറയുന്നില്ല. മാക്സിമം ഏജ് 65 ആണ്. 65 കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? റിട്ടയർ ആയി പോകും. ഇപ്പോഴത്തെ സ്ട്രെങ്ത്ത് നമ്മൾ പറഞ്ഞു 34. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? NV രമണ. ആരാണ്? NV രമണ. ഇപ്പോൾ കൊളീജിയം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോവുക. നോക്കുക, കൊളീജിയം എന്ന് പറയുന്നത് ഈ NV രമണ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ശ്രീ NV രമണ പ്ലസ് 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആണ്. ഇവരാണ് തീരുമാനിക്കുക. ഇവർ അപ്രൂവൽ കൊടുക്കണം പ്രസിഡൻറ്റിന്. അതായത് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ബാക്കിയുള്ള ഹൈക്കോടതികളിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒരു സുപ്രീം കോടതിയേ ഉള്ളൂ. സുപ്രീം കോടതിയിലേക്കും ആരെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് ലിസ്റ്റ് വരുമ്പോൾ ഇവരാണ് അപ്രൂവൽ കൊടുക്കുക. ഇവരെ പറയുന്ന പേരാണ് കൊളീജിയം. 1+4 5 മെമ്പേഴ്സ്. അതാണ് സുപ്രീം കോടതിയിലെ കൊളീജിയം. ഇനി നോക്കുക, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആദ്യം 7 എന്ന് പറഞ്ഞു. അതായത് 1+7 8 എന്ന് പറഞ്ഞു. പിന്നെ കൂടി വന്നു. 2019 എത്രയായി? 34 മാറി. ഇനി ശ്രദ്ധിക്കുക, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ്, ഇപ്പോൾ ഉദാഹരണം ശബരിമല കേസ്, അങ്ങനെയുള്ള കേസൊക്കെ വന്നു എന്ന് പറഞ്ഞു വെച്ചാൽ 5 ജഡ്ജിമാർ നിർബന്ധമായിട്ട് ഇരിക്കണമെന്ന് ആർട്ടിക്കിൾ 145 പറയുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കേസ് വരികയാണെങ്കിൽ മിനിമം 5 പേര് എന്നാണ്, മാക്സിമം എത്ര വേണമെങ്കിലും പോവാം. അതായത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ്. കേസുകൾ പറയാൻ പറ്റുകയാണെങ്കിൽ അത് പറഞ്ഞുതരാം, അതിന് സമയം കിട്ടുകയാണെങ്കിൽ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോപ്പിക്ക് വരികയാണെങ്കിൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമായിരുന്നു. അതായത് അന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു.
പക്ഷേ കേശവാനന്ദ ഭാരതിയുടെ എടനീർ മഠം, കാസർഗോഡുള്ള എടനീർ മഠത്തിലെ സ്വത്ത് ഗവൺമെൻറ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കേശവാനന്ദ ഭാരതി കേസിന് വേണ്ടി പോവുകയാണ്. അങ്ങനെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ആശയം അവിടെ ചർച്ചയ്ക്ക് വരുന്നത്. അങ്ങനെ 7-6 എന്ന രീതിയിൽ നമ്മൾ ഈ പെനാൽറ്റി ഷൂട്ട് ഔട്ടൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, അതേപോലെ 7-6 എന്നുള്ള രീതിയിൽ കേശവാനന്ദ ഭാരതി വിജയിക്കുന്ന കേസാണിത്. അങ്ങനെ 13 ജഡ്ജിമാരാണ് അന്ന് ആ വിധി പറയാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അതാണ് മാക്സിമം ജഡ്ജിമാർ ഇരുന്നൊരു കേസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മിനിമം 5 പേര് വേണം ഭരണഘടനാപരമായിട്ടുള്ള കേസിന്. പക്ഷെ മാക്സിമം എത്ര ആണെങ്കിലും പോവുക. കേശവാനന്ദ ഭാരതി കേസിന് 13 പേരുണ്ടായിരുന്നു. ബേസിക് സ്ട്രക്ചർ ഇത് നോക്കുക, ഇത് മാർക്ക് ചെയ്യട്ടോ. കേശവാനന്ദ ഭാരതി കേസ് ബേസിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അതേപോലെ തന്നെ എലിജിബിലിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, അത് വീണ്ടും വീണ്ടും പറയുന്നില്ല. ജസ്റ്റ് നോക്കുക, സ്ക്രീൻഷോട്ട് എഴുതിയെടുക്കുക. നോക്കുക, 124 ആർട്ടിക്കിൾ 124 പ്രകാരമാണ് അവിടെ എലിജിബിലിറ്റി പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയണേ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നോക്കുക, ഇനി കുറച്ച് ഫാക്ട്സ് ആണ്. അതായത് ഇവിടെ ആദ്യമായിട്ട് വന്ന ജഡ്ജ് നമ്മൾ ആരാന്ന് പറഞ്ഞു, ചീഫ് ജസ്റ്റിസ് ആരാന്ന് പറഞ്ഞു. ആരാണ്? ഹരിലാൽ ജെ കനിയ. ഇനി ഇതിൽ പറയുന്നത് ആദ്യത്തെ വനിത ആരാണ്? 1989 ജസ്റ്റിസ് എം ഫാത്തിമ ബീവി, ജസ്റ്റിസ് എം ഫാത്തിമ ബീവി അധികാരമേൽക്കുമ്പോൾ, അതായത് സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോൾ, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക പ്രസിഡൻ്റാണ് കേട്ടോ. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ വനിത എന്ന് പറഞ്ഞിട്ട്. നോക്കുക, ഇപ്പം ഇന്ദു മൽഹോത്ര 7ാമത്തെ വനിതയാണ്. ഡയറക്റ്റായിട്ട് അത് വക്കീലായിട്ട് നേരെ അങ്ങോട്ട് കയറിപ്പോയ ആദ്യത്തെ വനിതയാണ്. ബാക്കിയുള്ളവരെല്ലാം ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ ആ കൊളീജിയം അംഗീകരിച്ച് അങ്ങോട്ട് പോയപ്പോൾ, ഇതും കൊളീജിയം അംഗീകരിച്ച് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ്? അതായത് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നേരിട്ട് അങ്ങോട്ട് നിയമനം കിട്ടുന്ന ആദ്യ വനിതയാണ് ഇന്ദു മൽഹോത്ര. ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യത്തെ മുസ്ലിം ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് ഹിദായത്തുള്ള. ഇത് നമ്മുടെ സെക്യുലർ എന്നുള്ള ഇതിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, ഫസ്റ്റ് ജഡ്ജ് ഫ്രം ദളിത് കമ്മ്യൂണിറ്റി. പിന്നെ അങ്ങനെ ഒരുപാട് ആളുകളുടെ പേരൊക്കെ അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നോക്കുക, ഇന്ദു മൽഹോത്ര ഈസ് ദ ഫസ്റ്റ് വുമൺ ജസ്റ്റിസ് ടു ബി സെലക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദ ബാർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സംഘടനയാണ്, അതായത് വക്കീലന്മാരുടെ ബാർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി പാർട്ട് 5 ആർട്ടിക്കിൾ 124 മുതൽ 127 വരെയാണ് ഏതിനെക്കുറിച്ച് പറയുന്നത്? സുപ്രീം കോർട്ടിനെ കുറിച്ച് പരാമർശമുള്ളത്. ഈ പാർട്ട് 5 എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിലാണ് സുപ്രീം കോർട്ട് വരിക, 124 മുതൽ 147 വരെ. ഇനി ഓരോ ആർട്ടിക്കിളും നമ്മൾ ഏതാന്ന് നോക്കും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കും. അതായത് ഓരോ ആർട്ടിക്കിളും നോക്കിയിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തു പോകും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അവരുടെ സാലറി, അപ്പോയിൻമെൻറ്റ് എങ്ങനെ ചെയ്യുന്നു, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മളിതൊരു ഇൻട്രോ പോലെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കിടക്കാൻ പോവാണ്. സുപ്രീം കോർട്ടിൻ്റെ ഓരോ ആർട്ടിക്കിളും നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാർട്ട് 5 ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ ഏതിനെ കുറിച്ചിട്ടാണ്? സുപ്രീം കോർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ആർട്ടിക്കിൾ 124 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾ മാത്രം നമ്മൾ പറയുന്നുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു സുപ്രീം കോർട്ട് ഉണ്ടായിരിക്കും ഇന്ത്യക്ക്. ശ്രദ്ധിച്ച് കേൾക്കണേ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട്, ഒരു സുപ്രീം കോർട്ട് ഉണ്ടായിരിക്കും. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ട്. പാർലമെൻറ്റ് പറയുന്നത് വരെ 7 ജഡ്ജിമാരായിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാർലമെൻറ്റ് അതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇപ്പം 34, 1+33 വരെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1+33 വരെ. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിച്ച് വെക്കുക, എല്ലാ ജഡ്ജിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബൈ വാറണ്ട് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. അതായത് അവരെ പുറത്താക്കാനുള്ള അധികാരവും ഇദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അധികാരം ഉണ്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പുറത്താക്കുകയല്ല, 2 ഹൗസസിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പ്രമേയം അവതരിപ്പിച്ചാലാണ് റിമൂവ് ചെയ്യാൻ പറ്റുക. ഇനി ഇവര് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് നോക്കുക? അതും പ്രസിഡന്റിന് തന്നെയാണ്. അതും അതിൽ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവരെങ്ങനെ പുറത്താക്കണം എന്നുള്ളത് ക്ലോസ് 4 പറയുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഒന്ന് മിസ്ബിഹേവിയറും, രണ്ടാമത്തത് ഇൻകപ്പാസിറ്റിയും. ഏതൊക്കെയാണ്? മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയും. അതേപോലെ തന്നെ വേറെ ഒരുപാട് പ്രൊവിഷൻസ് അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. ഈ
65 വയസ്സ് വരെ എന്നുള്ളതാണ് അതിൽ പറയുന്നത്. 65 വയസ്സ് വരെ എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. മിനിമം ഏജ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല അതിൽ. ഇനി അതേപോലെ തന്നെ ഇവരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് NGAC, അതായത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്സ് കമ്മിറ്റി, ഓക്കെ, NJAC വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ഇവരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് NJAC വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, 2 സീനിയർ മോസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജസ്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, പിന്നെ അതേപോലെ തന്നെ 2 എമിനൻറ്റ് പേഴ്സൺസ്, CJI പറയുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ CJIയും പ്രൈം മിനിസ്റ്ററും ലീഡർ ഓഫ് ഓപ്പോസിഷനും പറയുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ ഫങ്ഷൻ ഇതാണ്. ജഡ്ജസിനെയൊക്കെ ശ്രദ്ധിക്കുക, ജഡ്ജസിനെയൊക്കെ റെക്കമെൻഡ് ചെയ്യുക, അതേപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ അവരുടെ സ്വഭാവമൊക്കെ പരിശോധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇൻറ്റഗ്രിറ്റി പരിശോധിക്കുമ്പോൾ സ്വഭാവം പരിശോധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവരാണ്. പക്ഷേ സുപ്രീം കോടതി പിന്നീട് വിധിയിൽ പറഞ്ഞത് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, ഇത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ്. ലോകത്തിൽ ഒരേ ഒരു രാജ്യം, ഇന്ത്യയിൽ മാത്രമാണ് ജഡ്ജിമാർ തിരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം, ബാക്കിയുള്ള പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം എന്താ ചെയ്യാന്ന് പറയുമ്പോൾ പകുതി ജനപ്രതിനിധികൾ, പകുതി ജഡ്ജിമാർ, ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുക. പക്ഷെ ജഡ്ജിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ പുറമേ നിന്നുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല. അതിന് കൊളീജിയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പോർഷനിൽ 1+4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വേണ്ട, കൊളീജിയം സെറ്റപ്പ് തന്നെ മതി എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചേക്കുക, ഫസ്റ്റ് ജഡ്ജസ് കേസ് ഉണ്ട്. ഇവരെങ്ങനെയാണ് ഈ അപ്പോയിന്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ പുതിയ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് നോക്കണം. ഇവർ വ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആരൊക്കെ തമ്മിൽ? ഗവൺമെൻറ്, അതായത് പ്രസിഡന്റും ഇവരും തമ്മിൽ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും തമ്മിൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ജഡ്ജസ് കേസിൽ പറയുന്നത്. എക്സ്ചേഞ്ചിങ് ഓഫ് വ്യൂസ് എന്നാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തേൽ പറയുന്നത് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ, ഫസ്റ്റത്തേലും കൺസൾട്ടേഷൻ ആണ് പറഞ്ഞത്, അതായത് എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ്. രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ 1993 പറഞ്ഞത് കൺകറൻസ് നോക്കണം, സമ്മതം വാങ്ങിച്ചിരിക്കണം, CJIയുടെ സമ്മതം വാങ്ങിച്ചിരിക്കണം, പ്ലസ് 2 പേരുടെ കൺസൾട്ടേഷൻ, 2 സീനിയർ മോസ്റ്റ് ജഡ്ജസിന്റെ കൺസൾട്ടേഷൻ വാങ്ങിയിരിക്കണമെന്ന് സെക്കൻഡ് ജഡ്ജസ് കേസിൽ പറഞ്ഞു. ഇനി തേർഡ് ജഡ്ജസ് കേസാണ് ഇപ്പം നമ്മൾ എടുക്കുന്ന സംഭവം. അതിൽ പറഞ്ഞത് ഇവർ പറയുന്നത് പോലെ തന്നെ കേൾക്കണം. അവരുടെ 5 മെമ്പർ ബോഡിയാണ്, അതിനെ കൊളീജിയം എന്നാണ് പറയുക. 5 സീനിയർ മോസ്റ്റ് ജഡ്ജസ്, അതായത് 1+4, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ്. അങ്ങനെ ഇവരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈക്കോടതികളിലേക്കായാലും സുപ്രീം കോടതിയിലേക്കായാലും ജഡ്ജിമാരായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന പേര് തേർഡ് ജഡ്ജസ് കേസ് എന്നാണ്. ഇന്ന് മാർക്ക് ചെയ്യുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മളിപ്പോൾ എടുക്കുന്ന സംഭവം. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ വെച്ചിട്ടാണ് പറഞ്ഞു പോയത്. അപ്പോൾ 124 നമ്മൾ നോക്കിയത്. 125 പറയുന്നത് സാലറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 126 പറയുന്നത് അവരുടെ അപ്പോയിൻമെന്റ്, ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ അപ്പോയിൻമെന്റ്. ബാക്കിയുള്ള നമ്മൾ വേറെ അപ്പോയിൻമെന്റ് ആണ് നോക്കിയത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുക. ആർട്ടിക്കിൾ 127 എങ്ങനെയാണ് അഡ്ഹോക്ക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുക. ആർട്ടിക്കിൾ 128 റിട്ടയർ ആയിട്ടുള്ള ജഡ്ജിമാരെ എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ അപ്പോയിന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 124, 125, ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഈ ആർട്ടിക്കിളൊക്കെ നമ്മൾ ഒരുമിച്ച് പറയാൻ പോകണം, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ വൈസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ 3 ജഡ്ജസ് കേസ് മനസ്സിലായല്ലോ. എങ്ങനെയാണ് അതിൻ്റെ നാൾ വഴികളാണ് നമ്മൾ പറഞ്ഞത്, എങ്ങനെയാണ് കൊളീജിയം ഉണ്ടായത് എന്നുള്ളത്. NJACനെയൊക്കെ പിന്നീട് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, നോക്കുക. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്സ് കമ്മീഷൻ 2014 അംഗീകരിക്കുകയും 2015 തന്നെ സുപ്രീം കോടതി അത് റിപ്പീൽ ചെയ്തു. സുപ്രീം കോടതി നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറഞ്ഞത്. ഇതിന് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് പറയുക. അതായത് എന്തെങ്കിലും പുതിയൊരു നിയമമോ കമ്മീഷനോ കൊണ്ടുവന്നാൽ അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ, സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവും ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവിനെയും കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ 2 കോടതികൾക്കാണ് ജുഡീഷ്യൽ റിവ്യൂ പറയാനുള്ള അധികാരം. ജുഡീഷ്യൽ റിവ്യൂ നോക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ആക്ട് കൊണ്ടുവരുമ്പോൾ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ആ ആക്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതെങ്കിലും ആർട്ടിക്കിളോ അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് സ്ട്രക്ചറിന് വിരുദ്ധമാണെങ്കിൽ അതിനെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാനുള്ള അധികാരമുണ്ട്. പിന്നെ നമ്മൾ സാലറിനെ കുറിച്ച് പറഞ്ഞല്ലോ.
ഇവരുടെ സാലറി എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു വെക്കുക, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ 2.8 ലക്ഷവും, അത് 1 ലക്ഷത്തിൽ നിന്നായിരുന്നു, അത് പെട്ടെന്ന് കൂടുകയാണ് 2017. അതേപോലെ തന്നെ 2.5 ലക്ഷം ആർക്ക്? ജഡ്ജിമാർക്ക്. അപ്പോൾ ഒരാൾക്ക് 2.8 ലക്ഷവും ബാക്കിയുള്ള 33 പേർക്ക് 2.50 ലക്ഷവുമാണ് ഇപ്പോഴത്തെ സാലറി. അപ്പോൾ അതിൽ സാലറി നമ്മൾ പറഞ്ഞു നോക്കുക. സാലറി പാർലമെൻറ്റാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പുതിയ നിയമം കൊണ്ടുവരണം. 2017 കൊണ്ടുവന്നൊരു നിയമമാണ്. അപ്പോൾ പാർലമെൻറ്റാണ് സാലറി തീരുമാനിക്കുക. ഇത് സെക്കൻഡ് ഷെഡ്യൂളിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. പാർലമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. 2ാമത്തെ ഷെഡ്യൂളിലാണ് ഇവരുടെ ശമ്പളത്തെക്കുറിച്ച് പറയുന്നത്, സാലറിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവർ ഒരു തവണ ജോലിക്ക് കയറി എന്ന് പറഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ഇവർ സീറ്റ് ഇരിക്കുകയാണെങ്കിൽ, കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ, അതായത് അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ, അവരിറങ്ങുന്നത് വരെ ഇവരുടെ സാലറി കുറയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നതുകൊണ്ടാണ്, അവർക്ക് പവർ വേണമെന്ന് പറയുന്നതുകൊണ്ടാണ്. പാർലമെൻറ്റ് അവരെ കൺട്രോൾ ചെയ്യരുത് എന്ന് പറയുന്നത് കാരണം കൊണ്ടാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. സെക്കൻഡ് ഷെഡ്യൂളിൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി അതേപോലെ തന്നെ ആർട്ടിക്കിൾ 126 നോക്കുക. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇല്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം വിരമിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ലീവ് എടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൽ ഏർപ്പെടുകയാണ്. ഇപ്പോൾ ഉദാഹരണം അദ്ദേഹത്തെ പുറത്താക്കുകയോ അല്ലെങ്കിൽ പുറത്താക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ സീറ്റ് വേക്കൻ്റ് ആവുന്ന സമയത്ത് ശ്രദ്ധിച്ചു വെക്കുക, ഒരാളെ നിയമിക്കും. പ്രസിഡൻ്റാണ് നിയമിക്കുക. അദ്ദേഹം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിക്കും. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കസേര വേക്കൻ്റ് ആവുന്ന സമയത്ത്. പിന്നെ അതേപോലെ തന്നെ അഡ്ഹോക്ക് ജഡ്ജസ്. അഡ്ഹോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ടു ഫോം ഫോർ എ സ്പെഷ്യൽ പർപ്പസ് എന്നാണ്, ചെറിയ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഉദാഹരണം, ഹൈക്കോർട്ടിലെ വല്ല ജഡ്ജിമാർക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. സുപ്രീം കോടതിയിൽ ഇരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വെക്കുക, അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ജഡ്ജിമാരുടെ എണ്ണം കുറവുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാലയളവിലേക്ക്, അല്ലെങ്കിൽ പുതിയ സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നവരെ അഡ്ഹോക്ക് ജഡ്ജിമാരായിട്ട് ഇവരെ നിയമിക്കും. ഇവരെ നിയമിക്കും. നോക്കുക, ഇത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിത്ത് പ്രീവിയസ് കൺസെൻറ്റ് വിത്ത് ദ പ്രസിഡൻറ്റിൻ്റെ സമ്മതത്തോടു കൂടി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഇതിൽ തീരുമാനമെടുക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ അഡ്ഹോക്ക് ജഡ്ജ് എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. ഇനി ഇവരിപ്പോൾ കേരള ഹൈക്കോടതി എന്നാണ് വല്ല ജഡ്ജിനെയും കൊണ്ടുപോകുന്നതെങ്കിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ സമ്മതം വാങ്ങണം. അപ്പോൾ അങ്ങനെ സമ്മതം വാങ്ങേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇനി നോക്കുക, റിട്ടയർഡ് ജഡ്ജസിനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റും. അവരുടെ കാര്യങ്ങളൊക്കെ കൺസെൻ്റ് എല്ലാം തീരുമാനിക്കുക. നോക്കുക, അതെല്ലാം പ്രസിഡന്റിനോട് ചോദിച്ചിട്ട് ചീഫ് ജസ്റ്റിസാണ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അവരുടെ സാലറിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഈ പ്രസിഡന്റിൻ്റെ പരിധിയിലാണ് വരിക. അപ്പോൾ അങ്ങനെയും പറ്റും. അതായത് ആർട്ടിക്കിൾ 128 പ്രകാരം റിട്ടയർ ആയി കഴിഞ്ഞ ആളുകളെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ആർട്ടിക്കിൾ 128 വരെ പറഞ്ഞത്. 129 നോക്കുക, സുപ്രീം കോർട്ട് ടു ബി എ കോർട്ട് ഓഫ് റെക്കോർഡ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡ്? എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡ്? അതായത് ശ്രദ്ധിച്ചു വെക്കുക, ഇപ്പോൾ താഴെയുള്ള ഏതെങ്കിലും കോടതികൾ വല്ല കേസും വാദിക്കുന്ന സമയത്ത് സിമിലിയർ കേസ് വരികയാണെങ്കിൽ, ഇവരൊരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവർക്ക് വിധി പുറപ്പെടുവിക്കാൻ പറ്റും. അതായത് സുപ്രീം കോടതി വിധി ഒരു നിയമം പോലെയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇവർക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് പണിഷ് ചെയ്യാൻ പറ്റും. അതായത് ജഡ്ജിമാരെ എന്തെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ കോടതി അലക്ഷ്യ നടപടി നടത്താൻ പറ്റും. ഇത് ഇവരുടെ മാത്രം പ്രത്യേകതയല്ല. വേറെ ആർട്ടിക്കിളിൽ ഹൈക്കോടതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ഹൈക്കോടതിക്കും ഇതേപോലെ അധികാരമുണ്ട്. ഹൈക്കോടതിയും എന്താണ്? എ കോർട്ട് ഓഫ് റെക്കോർഡാണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 130 നോക്കുക, സീറ്റ് ഓഫ് സുപ്രീം കോർട്ട് എല്ലാവർക്കും അറിയാതെ ഡൽഹിയിലാണ്. പക്ഷേ പ്രസിഡന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മേ വിത്ത് അപ്രൂവൽ ഓഫ് പ്രസിഡന്റ് എവിടെ വേണമെങ്കിലും ബെഞ്ച് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ വേറെ സീറ്റ് വെക്കാനോ ഇവർക്ക് അധികാരമുണ്ട്.
അതായത് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഭാഗത്തോ വെസ്റ്റേൺ ഭാഗത്തോ ആളുകൾക്ക് ഡൽഹിയിലെത്തി കേസ് നടത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് കുറേ പേര് അങ്ങനെ അവതരിപ്പിക്കുകയാണെങ്കിൽ ചീഫ് ജസ്റ്റിസിന് അത് കൺവീനിയൻസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അവരങ്ങനെ ബെഞ്ച് ഇവിടെ വെക്കാനുള്ള അധികാരം ചീഫ് ജസ്റ്റിസിനുണ്ട്. അപ്രൂവൽ കൊടുക്കേണ്ടത് ആരാണ്? പ്രസിഡൻ്റാണ്. അപ്രൂവൽ കൊടുക്കേണ്ടത് ആരാണ്? പ്രസിഡൻ്റാണ്. ആരാണ്? പ്രസിഡന്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 131 ഒറിജിനൽ ജൂറിസ്ഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അപ്പിലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അതെന്താന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഈ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ പറയുമ്പോൾ നേരിട്ട് സുപ്രീം കോടതിയിൽ മാത്രം ഫയൽ ചെയ്യാൻ പറ്റുന്ന കേസ്, അതായത് നേരിട്ട് ആ കേസ് എടുക്കാൻ സുപ്രീം കോടതിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എല്ലാവർക്കും അറിയാം. അതായത് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു കേസ് പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെട്ട ആള് കേസ് പിന്നീട് ഹയർ കോർട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഫയൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇനി അതേപോലെ തന്നെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അത് നമ്മൾ പറയും ആർട്ടിക്കിൾ 143 പ്രകാരം. നമ്മൾ പറഞ്ഞു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പറഞ്ഞു, ജുഡീഷ്യൽ റിവ്യൂയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ജൂറിസ്ഡിക്ഷൻ. നോക്കുക, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്താണെന്ന് നോക്കാം. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെൻറ്റും തമ്മിൽ ഒരു കേസ് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഈ ഹൈക്കോടതികൾക്ക് ഇടപെടാൻ പറ്റില്ല. കേസ് നേരെ എങ്ങോട്ടാണ് കൊടുക്കുക? സുപ്രീം കോടതിയിലേക്ക് കൊടുക്കുക. ഈ സുപ്രീം കോടതി പറയുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കോടതിയല്ല, സ്റ്റേറ്റുകളുടെ കോടതിയാണ്, അതേപോലെ തന്നെ സെൻട്രലിൻ്റെ കോടതിയാണ്, ഇവിടുത്തെ എല്ലാവരുടെയും കോടതിയാണ്. അതുകൊണ്ട് അവർ പാർഷ്വാലിറ്റി ഒന്നും കാണിക്കില്ല, അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി മാത്രം നോക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ത്യയും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിൽ ഒരു കേസ് വരികയാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ്റുകൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തമ്മിൽ പരസ്പരം കേസ് വരികയാണ്. അങ്ങനെ അവസ്ഥ വരാമല്ലോ. അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെ തന്നെ 4-5 സ്റ്റേറ്റുകൾ കേസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ ബിഗ് ക്ലാഷ് ഒക്കെ വരുന്ന സമയത്ത് നേരെ എങ്ങോട്ടാണ് പോകുക? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഏതാണ്? സുപ്രീം കോർട്ടാണ്. ഏതാണ്? സുപ്രീം കോർട്ടാണ്. ഇനി അപ്പിലേറ്റ് ജൂറിസ്ഡിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി ബാക്കി റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റിട്ട് ജൂറിസ്ഡിക്ഷൻ നമുക്ക് അറിയാലോ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറൻഡോ, സെർഷ്യോററി എന്ന് പറഞ്ഞിട്ട് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ് കേട്ടോ. ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം. അത് നമ്മൾ പറയാം, വേറൊരു ആർട്ടിക്കിളും കൂടി പറയുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. അത് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളില്ല, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 137 ചോദിച്ചത് ആയ കാരണം കൊണ്ട് അതൊന്നുകൂടെ ഞാൻ ഒന്ന് പറയാം, ശ്രദ്ധിച്ച് വെക്കുക. 137, അതായത് സുപ്രീം കോടതിയിൽ കേസ് പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക. വീണ്ടും ആ കേസ് അതിനെതിരെ നമുക്ക് അപ്പീൽ എവിടെ കൊടുക്കാൻ പറ്റുക? സുപ്രീം കോടതിയിൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അതും ആ ബെഞ്ചിൻ്റെ മുമ്പിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റ് വേറെ ബെഞ്ചിൻ്റെ അവിടെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 5 പേരിരുന്നിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കേസിന് വിധി പറഞ്ഞു വെച്ചാൽ അടുത്ത നമ്മൾ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ 5 പേർക്ക് തന്നെ ഫയൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ റിവ്യൂ സ്വീകരിക്കാനുള്ള ചാൻസ് 90% ഉണ്ടാവില്ല. കാരണം ഇവർ നേരത്തെ വിധി പറഞ്ഞൊരു കേസാണല്ലോ. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇഴകിയ പരിശോധിച്ചിട്ടായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ റിവ്യൂ ഓഫ് ജഡ്ജിമെൻറ്റ് സുപ്രീം കോർട്ട് നടത്തും. അത് അവർക്ക് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. സുപ്രീം കോടതിക്കെതിരെ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിക്കെതിരെ നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റുക എവിടെ മാത്രമാണ്, അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റുക എവിടെ മാത്രമാണ്? സുപ്രീം കോടതിയിൽ മാത്രമാണ്. ആർട്ടിക്കിൾ 137 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 138, ഈ സുപ്രീം കോടതിയുടെ പവറും ഇതെല്ലാം ശരിക്കും തീരുമാനിക്കുന്ന പാർലമെൻറ്റാണ് കേട്ടോ. അതായത് ജഡ്ജിമാരുടെ എണ്ണം കൂട്ടി കൊടുക്കുക, അതേപോലെ തന്നെ ബാക്കിയുള്ള സാലറി, അങ്ങനെയുള്ള എല്ലാ ആരുടെ കയ്യിലാണ്? പാർലമെൻറ്റിൻ്റെ കയ്യിലാണ്. ഇനി ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള അധികാരവും ആരുടെ കയ്യിലാണ്? പാർലമെൻറ്റിൻ്റെ കയ്യിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അമെൻഡ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ അമെൻമെൻറ്റ് വാലിഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? സുപ്രീം കോർട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് അതിലൊന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി 140 സുപ്രീം കോടതിക്ക് ബാക്കിയുള്ള അനുബന്ധമായിട്ടുള്ള പവറൊക്കെ ഉണ്ട്, അതും പാർലമെൻറ്റ് തന്നെ പറയണം. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സുപ്രീം കോടതി എന്തെങ്കിലും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു പറഞ്ഞു വെച്ചാൽ ആർട്ടിക്കിൾ 141 പ്രകാരം അതിൻ്റെ കീഴെയുള്ള എല്ലാ കോടതിയും, കീഴ്ക്കോടതി പറയുമ്പോൾ ഇപ്പോൾ എല്ലാം വിടും, എല്ലാ ഹൈക്കോടതികളും എല്ലാ ജില്ലാ കോടതികളും അതിൻ്റെ താഴെയുള്ള കോടതികൾ മൊത്തം അത് അംഗീകരിച്ചിരിക്കണം, അത് നിയമമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 141. ഇനി 142 അധികം ഇമ്പോർട്ടൻ്റ് അല്ല, 143 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമ്പോർട്ടൻ്റ് അല്ല പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അത് 143 നോക്കുക. പ്രസിഡന്റ് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് വല്ല ഡൗട്ട് വരികയാണെന്ന് വിചാരിക്കുക, ആരെ സമീപിക്കും?
സുപ്രീം കോടതിയെ സമീപിക്കും. അതല്ലെങ്കിൽ ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അദ്ദേഹത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാം, നിർബന്ധമില്ല. ശ്രദ്ധിച്ചേക്കോ, ഒന്നുകൂടെ പറയാം. അതായത് പബ്ലിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ഇപ്പോൾ പൊതുജന അഭിപ്രായം ഇങ്ങനെ വലിയത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രസിഡന്റിന് വേണമെങ്കിൽ ചോദിക്കാം, ചോദിക്കാതിരിക്കാം, അഡ്വൈസ് ചോദിക്കാം, ചോദിക്കാതിരിക്കാം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് എന്തെങ്കിലും വരുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? മസ്റ്റായിട്ടും അഡ്വൈസ് ചോദിക്കും. ഭരണഘടനാപരമായിട്ട് വല്ല ക്വസ്റ്റ്യനും വരികയാണെങ്കിൽ, വല്ല നിയമം പാസ്സാക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പോൾ ഇദ്ദേഹം ചോദിക്കും. ഇനി ഇത് രണ്ടായാലും സുപ്രീം കോടതി, രണ്ടാമത്തേന് എന്തായാലും സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രക്ഷകൻ സുപ്രീം കോടതിയാണല്ലോ. അപ്പോൾ നിർബന്ധമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് എന്തെങ്കിലും, രണ്ടാമത്തെ കേസാണെങ്കിൽ, ഒന്നാമത്തത് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം അവതരിപ്പിച്ചു, അത് സുപ്രീം കോടതി വേണമെങ്കിൽ അഡ്വൈസ് കൊടുക്കാം, കൊടുക്കാതിരിക്കുക, അതൊക്കെ സുപ്രീം കോടതിയുടെ ഇഷ്ടം. രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് പ്രസിഡന്റ് ചോദിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കും. ഇനി അത് പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് ബൈൻഡിങ് അല്ല, പ്രസിഡന്റിന് വേണമെങ്കിൽ അത് അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം. അപ്പോൾ പ്രസിഡന്റും സുപ്രീം കോടതിയും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. 143 ആണ്. അപ്പോൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷനാണിത്. അതായത് പ്രസിഡന്റ് അഡ്വൈസ് ചോദിക്കുകയാണ് ആരോട്? സുപ്രീം കോടതിയോട്. അതേപോലെ തന്നെ അടുത്ത ആർട്ടിക്കിൾ 144 ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എല്ലാത്തിൻ്റെയും അതോറിറ്റി ആയിട്ടാണ്, സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റിയാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ആർട്ടിക്കിൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? ഹൈക്കോർട്ട്. ഏതാണ്? ഹൈക്കോർട്ട്.